യോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് റോബ്ലോക്സ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ക്യാച്ച് എ മോൺസ്റ്റർ എന്ന് പറഞ്ഞ ഗെയിമിൻ്റെ അകത്താണ്. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു പോക്കിമോൻ ക്യാച്ചിങ് ഗെയിമാണ്. പക്ഷേ പോക്കിമോൻ അല്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം നമ്മൾ സാധാ മോൺസ്റ്റേഴ്സിനെയാണ് പിടിക്കാനായിട്ട് പോകുന്നത്. പോക്കിമോനെ പോലെ ഇരിക്കുന്നതും പോക്കിമോനെ പോലെ കാണുന്നതും പോക്കിമോനെ പോലെ പേരിനോട് സാദൃശ്യമുള്ളതും തികച്ചും സാങ്കല്പികം മാത്രമാണ് ഗൈസ്. ഡിസ്ക്ലൈമർ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മൃഗത്തെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. മൃഗമല്ല, ഇതെന്താണിത്? മോൺസ്റ്റർ നമ്മൾ പിടിച്ചു. ഈ ഡമ്മി എന്ന് പറഞ്ഞ പയ്യനെ എനിക്ക് ഉമ്മാർ തന്നെ തന്നാണ് കേട്ടോ. ഫസ്റ്റായിട്ട് തന്ന സാധനമാണ്. 25 മോൺസ്റ്ററാണ് ഇതിൻ്റെ അകത്ത് ടോട്ടലുള്ളത്. മിത്തിക്കൊക്കെ ഉണ്ട്, ഒരുപാട് മിത്തിക്കൊക്കെ ഉണ്ട്. എപ്പോഴേലൊക്കെ പിടിക്കാം. ആൻഡ് മൗണ്ടൊക്കെ ഉണ്ട്. ഓക്കെ, ഈ കുഞ്ഞാപ്പിടി സാധനത്തെ ഒന്നും നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല. വലിയ മോൺസ്റ്റേഴ്സിനെ നമുക്ക് ചിലപ്പോൾ ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റുമായിരിക്കും. എനിക്ക് എന്തായാലും ഇത് ഗെയിം കുറച്ച് ഗ്രൈൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ദിസ് ഗെയിം ഇസ് സ്റ്റിൽ ഇൻ ബെറ്റ വെർഷൻ. സോ പ്രോപ്പർ റിലീസ് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടി കണ്ടൻറ് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടൻറ് ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ ഞാൻ ഗെയിം നിർത്തിയിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ലെവൽ 5 ആയാലേ നമുക്ക് 3 മോൺസ്റ്ററിനെ എക്യുപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത്രയും നേരം നമ്മൾ 2 മോൺസ്റ്ററിനെ വെച്ച് കളിക്കണം. ലെവൽ 5 പെട്ടെന്നാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇപ്പോൾ തന്നെ ലെവൽ 2 ആയി, നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ വരുന്ന വഴിക്ക് ഒരു മരമൊക്കെ നടന്നു പോകുന്നു. എങ്ങോട്ടാ പോകുന്നത് ചേട്ടാ? ഇവനെയൊക്കെ നമുക്ക് പിടിക്കാം കേട്ടോ. ഓക്കെ, തൽക്കാലം നമുക്ക് ഈ ചെറിയ കോഴിക്കുഞ്ഞിനെ പിടിക്കാം. കോഴിയല്ലേ അത്? എന്തുവാ, തവളക്കുഞ്ഞോ? എന്തോ ഒരു സാധനമുണ്ട്, അതിനെ നമുക്ക് പിടിക്കാം. അതിനെ പിടിക്കാൻ പറ്റുമോ? അതോ നമ്മളെ അടിച്ചിടുമെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ചുകൂടി ലെവലുണ്ടായാലേ അതിനെ പിടിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളെ അടിച്ചിടാനാണ് ചാൻസ്. ഒരടിയിൽ തീരുമോ? ഇല്ല. ഓക്കെ, നമ്മൾ തീർന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ലെവലും കൂടി ആക്കിയിട്ട് വരാം. ആൻഡ് ഗൈസ്, നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന റിട്ടേൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ ഹീലിംഗ് പോയിന്റിലോട്ട് വരും. ഹീലിംഗ് പോയിന്റിൽ വെറുതെ അങ്ങ് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ നേരത്തെ നോക്ക് ഡൗൺ ആയ പെറ്റൊക്കെ റിവൈവ് ആയിക്കോളും. ചില ഗെയിമിലൊക്കെ നിന്ന് സമയം കളയേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. ഇതിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ സാധനം ഹീലായിക്കോളും, വിച്ച് ഇസ് വെരി ഗുഡ്. അത് നല്ലൊരു കാര്യം. കഴിഞ്ഞ തവണ ഞാൻ കണ്ടില്ല, ഇത്തവണ നീ കാണത്തില്ല. ഇനി ഇവനെ അടിച്ചിടാം ഗൈസ് ഈസി ആയിട്ട്. ഇനി ഇവൻ നമ്മളൊന്നും ചെയ്യത്തില്ല. നമ്മൾ ജസ്റ്റ് 2 ലെവലൊക്കെ കൂട്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ജസ്റ്റ് മിസ്സിനല്ലേ നമുക്ക് പോയത്. അപ്പോൾ ഇത്തവണ നമുക്ക് അവനെ അടിക്കാൻ ഈ ലെവലിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. പയ്യനിപ്പോൾ തീരും. ഒരടിയും കൂടി തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലെവലപ്പ് ആവുകയും ചെയ്തു. അവനെ നമ്മളിങ്ങനെ അടിച്ചെടുക്കുകയും ചെയ്തു. നമുക്കവനെ പിടിക്കാൻ പറ്റുമോ നോക്കാം. ഫസ്റ്റ് ട്രൈ, ഈസി ഗൈസ്. അപ്പോൾ നമ്മളവനെ പൊക്കിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് അൺകോമൺ സാധനമാണ്. ഓക്കെ, ഇപ്പോൾ കയ്യിലിരിക്കുന്ന സാധനമൊക്കെ എന്ന് പറയുമ്പോൾ കോമൺ സാധനമാണ്. അത് ഗെയിമിൻ്റെ ബിഗിനിങ് സാധനങ്ങളാണ്. നമ്മുടെ ഇൻവെൻട്രിയിൽ നമുക്കൊരു സ്വാം ബെഗ് കിട്ടി കേട്ടോ. അത് നമുക്കിവിടെ ഹാച്ച് ചെയ്യാൻ വെക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ബയോമിൻ്റെ അകത്തുള്ള മോൺസ്റ്റേഴ്സിനെ നമുക്ക് ചിലപ്പോൾ ആ എഗ്ഗിൽ നിന്ന് കിട്ടുമായിരിക്കും. ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ലത് കിട്ടും, ഇല്ലെങ്കിൽ ഏതെങ്കിലും കോമൺ സാധനമായിരിക്കും കിട്ടുന്നത്. നമ്മുടെ സംഭവം ഹാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഹാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് ഈ തവളേനെയാണ്. ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു കോമൺ സാധനമായിരിക്കും നമുക്ക് അമ്മമാർ തരുന്നത്. ഭയങ്കര കിടില സാധനം കിട്ടാനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ല. നേരത്തെ പറഞ്ഞ നമ്മുടെ മരം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മരത്തിൻ്റെ ഒരു ടീം തന്നെ സെറ്റാക്കി അതിനെ എല്ലാത്തിനും ലെവൽ 1 അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് ഈ കുറുക്കനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറുക്കൻ നമ്മളെ ഒരു രക്ഷയില്ലാണ്ട് വൺ ഷോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കുറുക്കന് ഭയങ്കര പവർ, എന്താണെന്നറിയത്തില്ല. നമ്മൾ കഴിഞ്ഞ തവണ കുറുക്കനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറുക്കൻ ഇപ്പോൾ 2 കുറുക്കന്മാർ നമ്മളെ വന്ന് അടിച്ചങ്ങ് തീർത്ത്. ഇതിപ്പോൾ നമ്മുടെ 3rd അറ്റംപ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ കിട്ടുമെന്ന് നോക്കാം. കിട്ടി സാധനത്തെ കിട്ടി. പൊക്കി ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ഫ്ലെയിമിക്സിനെ പൊക്കി. നമ്മുടെ ഫസ്റ്റ് ഫയർ ടൈപ്പ് മോൺസ്റ്ററാണ്. പോക്കിമോന്നൊന്നും പറയുന്നില്ല, ഫയർ ടൈപ്പ് മോൺസ്റ്ററാണ്. അപ്പോൾ സാധനം കൊള്ളാം എന്ന് തോന്നുന്നു. കാരണം ഇങ്ങോട്ട് അടിക്കുന്നത് നല്ല അടിയാണ്. ഇനി നമ്മൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണോ എന്തോ. അങ്ങനെ ഞാൻ കുറച്ചിരുന്ന് ഗ്രൈൻഡ് ചെയ്ത് ഗൈസ്. ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അക്വറോൺ എന്ന് പറഞ്ഞവനെ കിട്ടി. ഇതെനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ചുമ്മാ ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് നടന്നു പോയി. എന്നിട്ട് അവിടെ ഇരുന്ന ഒരു ആമേനെ പിടിച്ച് അറ്റാക്ക് ചെയ്തപ്പോൾ അവൻ എന്നെ നല്ല രീതിക്ക് തിരിച്ചടിച്ചു. പക്ഷേ ഏതോ ഒരു പ്ലെയർ, അത്യാവശ്യം ലെവലുള്ള പ്ലെയറാണ്, അവൻ വന്നെ ഹെൽപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പിടിച്ചപ്പോൾ കിട്ടി. ഭാഗ്യം കൊണ്ട് കിട്ടി. എന്തായാലും ഇവനെ കാണാൻ കൊള്ളാം. ആൻഡ് നമ്മുടെ റൈഡിൻ്റെ ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇവൻ നമുക്ക് മൗണ്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, ലെറ്റ്സ് ട്രൈ. നമുക്ക് ഇവൻ്റെ പുറത്ത് കയറിന്ന് പോവാം. പക്ഷേ ഇതിനേക്കാൾ നല്ല ഓടുന്നതാണ് ഗൈസ്. ഇതിനേക്കാൾ നല്ല എന്തും കൊണ്ടും ഓടുന്ന തന്നെയാണ്. കാരണം ഇത് നമ്മൾ 2 ദിവസം കൊണ്ട് എത്താനുള്ള സ്ഥലത്ത് 2 മാസം കൊണ്ട് എത്തും. ആ അവസ്ഥയാണ് ഗൈസ്. ഇവിടെ നമ്മുടെ അടുത്ത അക്വറോൺ നിൽപ്പുണ്ട്. നമുക്ക് ഇവനെ അടിച്ചിട്ട് ഇവനെ അങ്ങ് പിടിക്കാം. ഈസി ആയിരിക്കും ഗൈസ്. കാരണം കഴിഞ്ഞ തവണ നമ്മൾ ഒരുത്തനെ അടിച്ച് ഡിഫീറ്റ് ചെയ്തായിരുന്നു എളുപ്പത്തിൽ. അപ്പോൾ നമുക്ക് അടിക്കാം ഗൈസ്. എന്തോ പെട്ടെന്ന് തീർന്നു. കാരണം വേറൊരുത്തനും കൂടി ഉണ്ട് നമ്മുടെ കൂടെ. നമ്മുടെ ഫ്രണ്ടല്ല, റാൻഡമായിട്ട് വന്ന ഒരു പുള്ളിയാണ്. അടിച്ചിട്ടുണ്ട്. നമുക്ക് അവനെ പിടിക്കാം.
ഗൈസ് നമുക്ക് അവനെ കിട്ടി. അപ്പോൾ നമുക്ക് അക്കറോൻ്റെ ഒരു ടീം സെറ്റ് ചെയ്യാം. ഞാൻ അക്കറോൻ്റെ ഒരു ടീം പോലെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവസാനം 3 അക്കറോണിനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 അക്കറോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ 3 അക്കറോണിനെ നമുക്ക് ലെവലപ്പ് ചെയ്യണം. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ ലെവൽ 11 വേറെ ഒരെണ്ണത്തിൻ്റെ ലെവൽ 9 ആണ്. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 15, 16, 17 ആ ഒരു റേഞ്ചിലെങ്കിലും എത്തിക്കണം, എന്നാലേ കാര്യമുള്ളൂ. ഇതവേ ഈ ചങ്ങായുടെ കളിയെല്ലാം വെള്ളത്തിലാണ് കേട്ടോ. മറ്റേ കരയെ നടക്കുന്ന മൗണ്ട് അല്ല ഇത്, വെള്ളത്തീക്കട ഓടിക്കുന്ന മൗണ്ടാണ്. വെള്ളത്തീക്കട നമുക്ക് നീന്തി പോകാൻ പറ്റില്ല, കാരണം ഓക്സിജൻ്റെ ഒരു സാധനം ഉണ്ട് ഇതിൻ്റെ അകത്ത്, ഓക്സിജൻ ബാർ. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മളെ വോൾക്കാനോ ഐലൻഡിലോട്ട് നേരെ അങ്ങ് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വോൾക്കാനോ ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ എന്താണ് എഴുതിയേക്കുന്നത്, ഇവൻ്റെ പേരെന്താ, സ്ക്ഡീർ. ഓക്കെ, ആ മച്ചാനാണ് ഇവിടെ നിൽക്കുന്നത്. ആ മച്ചാനാണെന്ന് തോന്നുന്നു ഇവിടുത്തെ മെയിൻ. അപ്പോൾ അവനെ അടിച്ച് കൊന്നിട്ട് വേണം നമുക്ക് അവനെ പിടിക്കാൻ. ഗൈസ്, അപ്പോൾ അവനെ കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ സ്ക്ഡീറിനെ ഗ്രൈൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള 2 മോൺസ്റ്റേഴ്സിനെ ഗ്രൈൻഡ് ചെയ്തു. എന്നിട്ട് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ആ ബ്ലേസ് ലോഡ് എന്ന് പറഞ്ഞ എൻ്റെ അടുത്താണ്. ഈ ബ്ലേസ് ലോഡിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഹയസ്റ്റ് D ടൈപ്പാണ് കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയുക, ഫ്ലെയർ കബിനെ കിട്ടി, അതൊരു C ടൈപ്പാണ്. അതിന് അത്യാവശ്യം ഡാമേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെനിക്ക് ഭാഗ്യത്തിന് കിട്ടിയതാണ്. നമുക്ക് 2 വേല് കിട്ടും, ഒന്ന് ഫ്യൂസ് ചെയ്ത് കിട്ടും, അല്ലാണ്ട് നമുക്ക് ഭാഗ്യത്തിൽ ഇങ്ങനെ ക്യാച്ച് ചെയ്യുമ്പോൾ നല്ല ടൈപ്പ് കിട്ടും. S തൊട്ട് E ടൈപ്പ് വരെയാണ് ഉള്ളത്. S ആണ് ഏറ്റവും ഹയസ്റ്റ്, E ആണ് ഏറ്റവും ലോവസ്റ്റ്. ഗൈസ്, ബൈ ദ വേ ഇവനെ നോക്കി വെച്ചോ, ഇവനൊരു മിത്തിക് മോൺസ്റ്ററാണ്. ഇവനെ ഒരു ഓഫ് ക്യാമറ ഗ്രൈൻഡിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഒരുമിച്ച് വന്ന് ഗ്രൈൻഡ് ചെയ്ത് അടിച്ചിട്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു എഗ്ഗ് എനിക്ക് കിട്ടി. അത് ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് ആ ഒരു സംഭവം സംഭവിച്ചത്. പക്ഷേ അതെനിക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല, കാരണം ഭയങ്കര ലാഗായിരുന്നു റെക്കോർഡർ ഓണാക്കിയപ്പോഴത്തേക്കും. കാരണം സെർവറിൽ ഉള്ള ഒരുപാട് പേര് വന്ന് അവനെ അറ്റാക്ക് ചെയ്തായിരുന്നു. പക്ഷേ സാധനം എനിക്ക് കിട്ടി. ആ ഒരു മോൺസ്റ്ററിൻ്റെ എഗ്ഗ് ഇപ്പോഴും ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴേ ഹാച്ച് ചെയ്യാൻ ഞാൻ വെച്ചേക്കുവാണ്. സോ അത് എന്താവുമെന്ന് എനിക്കറിയത്തില്ല. അത് വരുമ്പോഴത്തേക്കും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഗൈസ്, ഞാനും ഫ്രണ്ട്സും ഇവിടെ വന്നിട്ട് എനിക്കൊരു ലെജൻഡറിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പയ്യന്മാർ വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്. പയ്യന്മാർക്ക് നമ്മളെക്കാൾ ലെവൽ കുറവാണ്, എന്നാലും അവന്മാരും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്തപ്പോഴത്തേക്കും എനിക്കൊരു ലെജൻഡറിനെ ഈസി ആയിട്ട് കിട്ടി. പൈരോ വുൾഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിമിലെ ഫസ്റ്റ് ലെജൻഡറിയാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് ഈസി ആയിട്ട് കിട്ടി. ഞാനും അവന്മാർ ഒരുമിച്ചാണ് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ കുറച്ച് കളിച്ച് ഫ്രണ്ടിലോട്ട് വന്നു. അപ്പോൾ അവന്മാരെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്ന് നമ്മുടെ സാധനം എടുത്ത് തന്നിട്ട് പോയിട്ടുണ്ട് ഗൈസ്. W. ആൻഡ് യെസ് ഗൈസ്, ഫൈനലി നമ്മുടെ ടീം ഫുൾ ലെജൻഡറി ആയിട്ടുണ്ട്. നമ്മുടെ വോൾക്കാനോ ഐലൻഡിലെ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന മോൺസ്റ്ററാണിത്. നമ്മുടെ താഴെയുള്ള മിത്തിക്ക് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന മോൺസ്റ്ററാണിത്. മിത്തിക്ക് ഇടയ്ക്കിടയ്ക്ക് സ്പോൺ ആവത്തുള്ളൂ, ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്പോൺ ആവുന്ന സാധനമല്ല. എത്രയോ മിനിറ്റ്സ് കൂടുമ്പോൾ മാത്രം സ്പോൺ ആവുന്നൊരു മോൺസ്റ്ററാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ടീം ഫുള്ള് ലെജൻഡറി ആയിട്ടുണ്ട്. ലെജൻഡറി എന്ന് മാത്രം പറഞ്ഞപ്പോൾ അത്യാവശ്യം ലെവലും ഉണ്ട് കേട്ടോ. 16, 20, 19 എന്നിങ്ങനെ ലെവലും ഉണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ എയിം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നേരത്തെ പറഞ്ഞ മറ്റേ മിത്തിക്കിൻ്റെ പേര് ഫ്ലെയറഗൺ എന്നാണ് കേട്ടോ. അപ്പോൾ ഫ്ലെയറഗണിൻ്റെ എഗ്ഗ് നമ്മൾ ഹാച്ച് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അതെന്താവുമെന്ന് അറിയാം ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. ഈ ക്യാച്ച് എ മോൺസ്റ്റർ എന്ന് പറഞ്ഞ സീരീസ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഗൈസ്. എന്തായാലും ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടു. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്. ബൈ.